DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാചകത്തിന് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ ജൂൺ മാസം 1-ാം തീയതി മുതൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങളും അറിയിപ്പുകളുമാണ് ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. 2026 ജൂൺ മാസം ആരംഭിക്കുന്നതോടെ രാജ്യത്തെ പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും പുതിയ നിയന്ത്രണങ്ങളും വില പുതുക്കലുകളും പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുകയാണ്. LPG സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന മാറ്റങ്ങളാണ് ഈ പുതിയ മാസത്തിൽ നടപ്പിലാക്കുന്നത്. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ജൂൺ 1 മുതൽ പാചകവാതക വിലയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറുകളുടെ വില 42 രൂപ വർദ്ധിപ്പിച്ചു. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില 3131 രൂപയായി. മെയ് ആദ്യവും വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയിരുന്നു. അന്ന് 993 രൂപ ഒറ്റയടിക്ക് കൂട്ടുകയായിരുന്നു. പാചകവാതക വിലയിൽ വലിയ വർധനവുണ്ടായപ്പോൾ ഹോട്ടലുകളിലെ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളുടെ വില വലിയ രീതിയിൽ വർദ്ധിച്ചിരുന്നു. നിലവിലെ ഈ പുതിയ വില വർധനവും വിപണിയിലെ മറ്റ് സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമായേക്കാം. കൂടാതെ 5 കിലോഗ്രാം ഫ്രീ ട്രേഡ് LPG സിലിണ്ടറുകളുടെ വില 11 രൂപ വർദ്ധിപ്പിച്ചു. 5 കിലോഗ്രാം സിലിണ്ടറുകൾക്ക് ജൂൺ 1 മുതൽ 821 രൂപ 50 പൈസ നൽകണം. അതേസമയം സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വിലയിൽ ഇത്തവണ വർധന വരുത്തിയിട്ടില്ല. ഗാർഹിക സിലിണ്ടറിന് 920 രൂപയും ഡെലിവറി ചാർജുമാണ് നിലവിൽ വീടുകളിൽ സിലിണ്ടർ റീഫിൽ ചെയ്യണമെങ്കിൽ വേണ്ടിവരുന്ന തുക. അതേസമയം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ നിലവിലെ സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും ഗ്യാസ് വിതരണത്തിന് പുതിയ കർശന മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള ഇടവേളകളിൽ നിയന്ത്രണം തുടരുകയാണ്. നിലവിലെ നിയമപ്രകാരം നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് ഒരു സിലിണ്ടർ വാങ്ങി അടുത്തത് ബുക്ക് ചെയ്യാൻ 25 ദിവസത്തെ ഇടവേള ആവശ്യമാണ്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഈ ബുക്കിംഗ് ഇടവേള 45 ദിവസമാണ്. അതായത് ഗ്രാമങ്ങളിൽ ഒരു സിലിണ്ടർ ലഭിച്ച ശേഷം 45 ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. അതോടൊപ്പം ഗ്യാസ് കണക്ഷൻ ഉള്ളവർ EKYC പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഗ്യാസ് കണക്ഷൻ എടുത്ത ഗുണഭോക്താവ് തന്നെയാണ് ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താനാണിത്. KYC ചെയ്യാത്തവർക്ക് ജൂൺ മാസം മുതൽ ഗ്യാസ് വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. ഗുണഭോക്താക്കൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതാത് ഗ്യാസ് ഏജൻസികളുടെ വെബ്സൈറ്റുകൾ വഴിയോ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയോ ഓൺലൈനായി KYC നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. കൂടാതെ നേരിട്ട് ഗ്യാസ് ഏജൻസിയിലെത്തിയും ഇത് ചെയ്യാം. ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ നമ്പറുമാണ് ഗ്യാസ് കണക്ഷൻ EKYCക്ക് വേണ്ടത്. ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവർ തന്നെയാണ് ബയോമെട്രിക് KYC ചെയ്യേണ്ടത്. കണക്ഷൻ എടുത്ത ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിലോ കിടപ്പ് രോഗിയാണെങ്കിലോ ആ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയ ശേഷം KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് ലഭിച്ചവർ KYC ചെയ്തില്ലെങ്കിൽ അവർക്കുള്ള സബ്സിഡി തുക തടസ്സപ്പെടുന്നതാണ്. ഉജ്ജ്വല യോജനയിലുള്ളവർക്ക് 300 രൂപയാണ് ഒരു സിലിണ്ടറിന് സബ്സിഡിയായി ലഭിക്കുന്നത്. മറ്റൊരറിയിപ്പ്, സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ വഴിയുള്ള ഗ്യാസ് കണക്ഷൻ ഉള്ളവർ തങ്ങളുടെ LPG സിലിണ്ടർ കണക്ഷൻ റദ്ദാക്കി സിലിണ്ടറുകൾ ഗ്യാസ് ഏജൻസിയിൽ തിരികെ ഏൽപ്പിക്കണം. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഗ്യാസ് കണക്ഷൻ മാത്രം ഓരോ വീട്ടിലേക്കും മതിയെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഇതിനായി ലഭിക്കുന്ന നോട്ടീസ് അല്ലെങ്കിൽ മെസ്സേജ് വന്ന് 15 ദിവസത്തിനകം സിലിണ്ടർ തിരികെ നൽകിയില്ലെങ്കിൽ കണക്ഷൻ റദ്ദാക്കപ്പെടുകയും പിന്നീട് വലിയ തുക പിഴ അടയ്ക്കേണ്ടി വരികയും ചെയ്യും. 90 ദിവസത്തെ സാവകാശമായിരുന്നു ഇത്തരത്തിൽ PNG കണക്ഷൻ ഉള്ളവർക്ക് LPG സറണ്ടർ ചെയ്യുവാനുള്ള സമയം അനുവദിച്ചിരുന്നത്. ഇത്തരത്തിൽ സിലിണ്ടർ വഴിയല്ലാതെ പൈപ്പ് വഴി അടുക്കളയിലേക്ക് ഗ്യാസ് എത്തുന്ന PNG കണക്ഷൻ ഉണ്ടായിട്ടും LPG സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അത് സറണ്ടർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിശ്ചിത ദിവസം കഴിഞ്ഞിട്ടും അടുത്ത ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയാത്തവർക്ക് EKYC ചെയ്യാത്തത് കൊണ്ടാണോ എന്ന കാര്യം ഗ്യാസ് ഏജൻസിയിൽ അന്വേഷിക്കുക. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.